ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ 8 മണിക്ക് നമ്മൾ ഇവിടുന്ന് ഒന്ന് മ്യൂണിക്കിലോട്ട് പോവുകയാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ നീനെ കണ്ടുമുട്ടി. നമ്മളിപ്പോൾ നീനെ കണ്ടായിരുന്നു. നീനെ അവിടെ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ. ഇന്ന് ആ കടയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നീനെയാണ് നോക്കുക. അടിപൊളി. രാവിലെ ഡ്യൂട്ടി തുടങ്ങിയ രാത്രി അടയ്ക്കുന്നിടം വരെ ആ കടയിലുണ്ടാകും ഒരു ദിവസം. നൈസ്. നമ്മളിനി ഇപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ ഇവിടുത്തെ സ്റ്റാർബക്സ് എന്ന് പറയുന്ന ഹമ്മേ വന്നു. ഇനിയിപ്പോൾ ഹമ്മയിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ നേരെ മ്യൂണിക്കിന് പോവാണ്. മ്യൂണിക്ക് ലേറ്റായാലും അവിടെ സ്റ്റേ ചെയ്യും, അതെല്ലാം തിരിച്ചു പോരും. സാറ്റർഡേ ആൻഡ് സൺഡേ ഇവിടുത്തെ പാർക്കിംഗ് ഒക്കെ ഫ്രീയാണ്. നമുക്ക് എവിടെയും പാർക്ക് ചെയ്യാൻ കുഴപ്പമില്ല. ബ്രെഡിൻ്റെ ലോഗോ ഇത് നോക്ക്. ജർമ്മൻസ് ബ്രെഡ് ആണ് ഏറ്റവും കൂടുതൽ തിന്നുന്നത്. പിന്നെ അദ്ദേഹം അവിടെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്, അതായത് ഒരു ടേസ്റ്റും ഇല്ല, പക്ഷേ ജർമ്മൻസിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം അത്. ഇറങ്ങുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ ടേക്ക് അവേ എടുത്തു. എന്നിട്ട് നേരെ ഇന്നത്തെ ട്രിപ്പ് മ്യൂണിക്ക്. ഇന്ന് സാറ്റർഡേ മോർണിംഗ് ആണ്. ഇപ്പോൾ സമയം ഒരു 8:30 മണി. ഇത് ടൗണിൻ്റെ സെൻട്രലിലുള്ള ഒരു ഭാഗമാണ്, പക്ഷേ അനക്കമൊന്നുമില്ല. അവിടെ ഒരു ചെറിയ ക്ലിനിക്കൊക്കെ കാണാം, കണ്ട മൂലയ്ക്ക്. വൈൻ ഗാർഡൻ്റെ ഹൃദയഭാഗം അതിലൊന്നാണ് കോഫ്ലൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം. പക്ഷേ അനക്കവും മാഞ്ചാടിയൊന്നും ഇല്ല, അതേ ഉള്ളൂ ഒരു പ്രത്യേകത. ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും വയസ്സായ ജർമ്മൻസാണ്. എവിടെ നോക്കിയാലും കണ്ടോ, ഇത് സിറ്റിയാണ്, ടൗണാണ് ഇവരുടെ. ഇവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, തൊട്ടപ്പുറം കോഫി ഷോപ്പ്, ബാർ, അതായത് നമ്മൾ ബാർ കഫേ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ ആൾ മാത്രം വളരെ കുറവ്. എണ്ണം നമുക്ക് ഒരു 5-6 പേര്. ഇതേണ്ട് എല്ലാവരും കോഫി മേടിച്ചാണ് നമ്മൾ മ്യൂണിക്കിൽ പോവാണ്. മ്യൂണിക്ക് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ്. ഇതൊക്കെ സിറ്റി ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഒക്കെ 30 കിലോമീറ്റർ സ്പീഡിലാണ്. പോവാ. അമ്മ പറയുന്ന പോലെ അമ്മ മ്യൂണിക്ക് പറഞ്ഞോണ്ടാ ഞാൻ മ്യൂണിക്ക് ഇട്ടേ. അമ്മ പറ. നമ്മളിതാ ഈ കാണുന്ന കുറ്റി കണ്ടോ. ഇവിടെ ഈ കുറ്റി കാണിക്കുന്നത് ഇവിടെ ഐസ് വീഴുന്ന സ്ഥലങ്ങളാണ്. ഐസ് വന്ന് വീഴും. അപ്പോൾ അവർക്കത് അറിയാൻ വേണ്ടിയാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ജർമ്മൻ ഗ്രാമങ്ങളിൽ കൂടെ പോകുന്നു. നല്ല രസമല്ലേ? ഈ വണ്ടി കൂടെ ഒരു ട്രാവലർ വന്നു കഴിഞ്ഞാൽ ഈ വഴി കൂടെ എങ്ങനെ പോകും? നമ്മൾ പോകുന്നത് ജർമ്മൻ ഗ്രാമങ്ങളിലൂടെയാണ്. അതീവ സുന്ദരമായ ഭൂപ്രകൃതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. നമ്മൾ കുട്ടനാട്ടുകൂടൊക്കെ ഇങ്ങനെ പോകുമ്പം പാടങ്ങൾ, അതിൻ്റെ നടുക്കൂടെ റോഡൊക്കെ പോകും. ഇരുവശത്തും നല്ല വയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ കുട്ടനാട്ട് കാണില്ല. അതേപോലെ റോഡിൻ്റെ ഇരുവശവും ഇതുപോലെ പുൽത്തകടികളാണ് മുഴുവൻ നമുക്ക് കാണാൻ കഴിയുക. നമ്മളങ്ങനെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ചെറിയ ചെറിയ ടൗൺഷിപ്പൊക്കെ താണ്ടി പോകുന്നു. യൂറോപ്പിൽ വണ്ടി ഓടിച്ച് പോകുന്നവർക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു സത്യമാണ്. കാരണം ശ്രദ്ധിക്കേണ്ട ഡ്രൈവിങ്ങിലാണ്. ഭംഗി കാണുമ്പം ആൽപ്സ് കണ്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതിൽ ഐസില്ല. ഇപ്പം മൊത്തം ഐസായി. കാര്യം തണുപ്പായി. ഇന്നലെയൊക്കെ -1 എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മലയൊക്കെ ഐസായി തുടങ്ങി. ആ കാണുന്ന ആൽപ്സ്
ഗ്രാമത്തിലൊക്കെ ശരിക്കും പോകണ്ട. ഓ എന്താ രസം അവിടെ ഒക്കെ കാണാല്ലേ. ആ മേളിലോട്ട് ആൽപ്സിന്റെ അമ്മയുടെ വണ്ടി. ഇത് ഓൾമോസ്റ്റ് എന്നാ സ്വിറ്റ്സർലൻഡിന്റെ ആ ഒരു ബോർഡർ ലൈൻ ഒക്കെ ആയതുകൊണ്ട് ഏതാണ്ട് അതേ ഒരു ഒരു ഭൂപ്രകൃതിയാണ്. ഭയങ്കര രസമാണ്. സ്വിറ്റ്സർലൻഡ് പോലെ തന്നെ ഈ ഒരു ഭാഗം. ഇത് ക്ലോസ് ടു സ്വിറ്റ്സർലൻഡാണ്, ജർമ്മനിയിലെ ഈ ഭാഗങ്ങളൊക്കെ. യൂറോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയമായത്. വാങ്കൻ വഴിയാ പോകുന്നത്. വാങ്കൻ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറി. നമ്മളിവിടെ അടിക്കുന്നത് സൂപ്പർ 95 E10. E10 എന്താ വില? ആ E5-നോ? E5-ന് കുറവൊന്നുമല്ല മോനെ, ഞാൻ പറയട്ടെ. ഓ ശരിയാ. എടാ E10-ന് 171-ഉം E5-നുണ്ടല്ലോ 177-ഉമാണ്. E10 വില കുറവ്. പെട്രോൾ അടിച്ചതിന് ശേഷം ഇവിടെ വന്ന് ക്യാഷ് കൗണ്ടറിൽ കൊണ്ടുവന്ന് പൈസ കൊടുത്തിട്ട് നമ്മൾ പോവാണ്. ഇതാ 30 യൂറോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ യാത്ര തുടരുന്നു. ഇതാണ്ട് അവിടെ ഉണ്ട് ശ്വാസ്. ഇപ്പം നീ എത്രയല്ല പോകുന്നത്? ഓക്കെ. ഇവിടെ വാങ്കൻ നോർഡെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. കിസ്ലൊക്കെ ഉണ്ടല്ലേ? ആരെ? ആ അത് ശരി, ആ സ്ഥലമാ ഈ കിസ്ലക്കിലോ? അത് ശരി. അവിടെ റോൾസ് റോയ്സിന്റെ എന്താ ഉള്ളത്? ഞങ്ങളുടെ പ്രോജക്ട് റോൾസ് റോയ്സും ആയിട്ടുള്ള. ആ അതിവിടാ ഇടുക്കില് പോലെ ഓരോമാര് പോകുന്നത്. 170-ലായിരിക്കും. അവന് 170-ലാ പോകുന്നത്. ആ പറക്കുക. അവർ ആ നീലക്കാരൻ വേറെ രാജ്യത്തെ വണ്ടിയാണ്. ആ അവൻ അറിയില്ല, അതാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ ഈ സ്പീഡ് ലിമിറ്റ് ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്ന റോഡ്. നമ്മളിപ്പോൾ ആ റോഡിലാണ്, ഓട്ടോബാൻ ഹൈവേ. ചിലയിടത്ത് സ്പീഡ് ലിമിറ്റ് വരും വളവിലും തെരുവിലും ഒക്കെ. ഇത് ഭയങ്കര വെള്ളം കെട്ടിക്കിടക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയിൽ എന്ത് സുഖമാണ്. മുഞ്ച് എങ്ങോട്ട്? 108 കിലോമീറ്റർ ഒറ്റ റൂട്ട്. ഇതാണോ ഓട്ടോബാനാണോ? അതെ. മെമിങ്കൻ, നമ്മൾ പോകുന്ന മെമിങ്കനിലോട്ടാണോ? മ്യൂണിക്കിലോട്ടോ? ഓക്കെ. ഓസ്ഫാർട്ടിന് എഴുതി കഴിഞ്ഞാൽ എക്സിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട് കിച്ചണിൽ. ആ കോൾബ, കോൾബ്. ഇതാ കോൾ ഗ്രൂപ്പ്. ഓവൻ പാടങ്ങളൊക്കെ റെഡിയായി കിടക്കുന്നുണ്ട്. നിയന്ത്രണമില്ലാതെ ഓടിക്കാൻ പറ്റുന്ന ഓട്ടോമൻ ഹൈവേയിൽ കൂടി നമ്മൾ അങ്ങനെ സഞ്ചരിക്കുകയാണ്. ഏതാണ്ട് 110 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒറ്റ റോഡാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ നല്ല ശൈത്യമുള്ള ഈ ഒരു കാലാവസ്ഥയിൽ വണ്ടി ഓടിച്ചങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവയെ കൂടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. മൂത്രമൊക്കെ ഒഴിക്കണമെങ്കിൽ ഇവിടെ വന്ന് മൂത്രമൊക്കെ ഒഴിച്ച് പോകാം, റിലാക്സ് ചെയ്യാൻ. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. എത്ര മനോഹരമാണെന്ന് നോക്കിയത്.
അതാണ് ഹൈവേ. ആ കാണുന്നതാണ് ഹൈവേ. നല്ല തണുപ്പും കാറ്റുമാണ്. 2 ജാക്കറ്റ് ഇട്ടിട്ടും നമുക്ക് താങ്ങാൻ പറ്റാത്ത തണുപ്പുണ്ട് ഇവിടെ. ആരെ എടുക്കാനാ? വെയിലാണെങ്കിലും ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്, കോച്ചുന്ന തണുപ്പാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ നമ്മുടെ യാത്ര തുടരുന്നു. അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ സോളാർ എനർജിയിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നു. സ്കൈലൈൻ ഓട്ടോ ഹോഫ് എന്ന് പറഞ്ഞാൽ ശരി, അതിന് ഓട്ടോ ഹോഫ് എന്ന് പറയുന്നത് അല്ലേ. റെസ്റ്റ് ഏരിയയൊക്കെയാണ്. ഇവിടെ ഇടയ്ക്കൊക്കെ ആയിട്ട് പല കമ്പനികളുണ്ട്, വെയർ ഹൗസുകളുണ്ട്. പക്ഷെ നമുക്കൊന്നും കണ്ടാൽ അതൊന്നും വെയർ ഹൗസോ വലിയ ഫാക്ടറി ആണെന്ന് തോന്നുന്നില്ല. ഇത്രയും മനോഹരമായ ഭൂപ്രദേശത്തിന് ഇടയ്ക്ക് ഒരു ബിൽഡിംഗ് ഇങ്ങനെ നിൽക്കുന്നു എന്നേ തോന്നത്തുള്ളൂ. ചക്കു, നീ എന്ത് വിടിയിലാടാ വീഴുന്നത്? ഇച്ചിരി ഞാൻ പറഞ്ഞു തന്നോടെ 170 കിലോമീറ്റർ 150 പോകാന്ന് പറഞ്ഞാൽ. നമുക്ക് ഇപ്രാവശ്യം കിട്ടിയ ഈ ഒരു MG എന്ന് പറയുന്ന വണ്ടിക്ക് അറൗണ്ട് 240 to 260 കിലോമീറ്റർ വരെയാണ് ഏറ്റവും എൻഡ് വരെ ഓടിക്കാൻ പറ്റുന്ന ഒരു സ്പീഡ് ലിമിറ്റ്, മാക്സിമം സ്പീഡ് ലിമിറ്റ്. ഒരു 200 വരെയൊക്കെ നല്ല റോഡാണെന്നുണ്ടെങ്കിൽ, ഹൈവേ ആണെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റും. ത്രൂ ഔട്ട് നമ്മൾ വരുന്ന ഇപ്പം കഴിഞ്ഞൊരു 150 കിലോമീറ്റർ ഇതേ ബ്യൂട്ടിയാണ്. വീഡിയോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ക്യാമറ ഒന്നും മതിയാകത്തില്ല. ഒരു 200-300 GB ഉണ്ടെങ്കിലും മതിയാകത്തില്ല. അത്രയ്ക്കും കാണാൻ ഭംഗിയാണ് ഓൾ ജർമ്മനി. അങ്ങനെ ഗായ്സ് നമ്മൾ മ്യൂണിക്കിലെത്തി. Airbnb നോക്കൂല്ലേ, വണ്ടിയെ കിടന്നുറങ്ങും. യെസ്, ഒരു Airbnb നോക്കണം. അപ്പം നമ്മളങ്ങനെ മ്യൂണിക്കിലെത്തി. ഓക്കെ, അപ്പോൾ നമുക്കിനിയും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ കാണാം. നമ്മളങ്ങനെ മ്യൂണിക് സിറ്റിക്കുള്ളിലാണ്. നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പം ഇവിടെ ഇറങ്ങുന്നില്ല. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാ? നമ്മൾ പോകുന്നത് ക്യൂനിക്സിയോ? ഇതാണ് 3008 ക്യൂനിക്സി. അങ്ങോട്ടാണ് പോകുന്നത്. ക്യൂനിക്സി എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഏതാണ്ട് 170 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്യണം മ്യൂണിക്കിൽ നിന്ന്. അങ്ങോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടൽ ഇവർ ബുക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഹോളിഡേ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്യാൻ ഇപ്പം പ്ലാൻ ചെയ്യുന്നത്. സാൽസ്ബർഗ് 136 കിലോമീറ്റർ. ഞാൻ ഒരു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ, റോസൻഹൈലോ? ആൽപ്സിന്റെ തൊട്ടടുത്തത്. അടുത്ത പമ്പിൽ നിർത്തട്ടെ അമ്മേ. അത് ക്രോസ് ചെയ്ത് പോവാം. ഇവിടെ അൺലിമിറ്റഡ് സ്പീഡാണ് നോർമലി കാണിക്കുന്നത്. ഇത് ഓട്ടോബാനാണ്. ഒരു പെട്രോൾ സ്റ്റേഷനിൽ കയറി ബാത്റൂമിലൊക്കെ പോയിട്ട് ഇനി ഇവിടെ നിന്ന് ഓസ്ട്രിയയിലോട്ട് നമ്മൾ കയറുന്നത്. ഇത് ഓസ്ട്രിയൻ ബോർഡറാണ്. അപ്പം അത് കാരണം ഇവിടെ നിന്ന് നമുക്ക് ഒരു റോഡിൻ്റെ ഒരു ടിക്കറ്റ് എടുക്കണം. നമ്മുടെ ടോളിൻ്റെ ടിക്കറ്റില്ലേ, അതെടുക്കണം. 10 യൂറോയാണ് ഒരാഴ്ചത്തേക്കുള്ളത്. അതിപ്പോൾ എടുക്കണം. എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. ഇവിടുന്ന് തന്നെ വേണം അത് എടുക്കാൻ. ഇവിടെ ഭയങ്കര ക്യൂ ആണ് ബാത്റൂമിൽ പോകാൻ. ഓരോ യൂറോ ഇട്ടിട്ട് ആൾക്കാർ പോകുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് റെഡീം ചെയ്യാൻ ഇപ്പം 4 പേര് കയറി ഓരോ യൂറോ വെച്ചിട്ട് റെഡീം ചെയ്യാൻ 4 യൂറോ ഒരു കോഫി മേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ആകുമ്പോൾ ആ സിസ്റ്റം മാറ്റി ഒരു ടിക്കറ്റിന് ഒരു റെഡീമേ ഉള്ളൂ. അപ്പം ഓരോ പർച്ചേസിനും ഓരോ യൂറോ മാറ്റണം. അപ്പോൾ നമുക്ക് അതിലും നഷ്ടമാണ്. അപ്പം 4 കോഫി മേടിക്കണം, ആ 1 യൂറോ ഓരോരുത്തരും റെഡീം ചെയ്യാൻ. അപ്പം 16 യൂറോ മുടക്കണം. അതിൽ നല്ലത് 4 യൂറോ പോട്ടെന്ന് വിചാരിക്കണം. എല്ലാം ബിസിനസ്സാണല്ലോ. ഇത് ഓട്ടോബാൻ ഹൈവേ ആണ് ആ പോകുന്നത്. അൺലിമിറ്റഡ് സ്പീഡിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം. എന്നിട്ട്
ഇത് വന്നിട്ട് ഒരു ദിവസത്തേക്ക് 9.5 യൂറോയും 7 ദിവസത്തേക്ക് 12.5 യൂറോയും. അവിടെ ഇവന്മാർ ഇത് മാറ്റി. നേരത്തെ അങ്ങനെയല്ല, ഒരാഴ്ചത്തേക്ക് 10 യൂറോ ആയിരുന്നു. തലവെട്ട് പരിപാടിയാണ്. ഇതാണ് ഹൈവേ ടിക്കറ്റ്, നമ്മുടെ ഫാസ്ടാഗ്, ഓസ്ട്രിയൻ ഫാസ്ടാഗ്. 10 ദിവസത്തേക്ക് നമ്മുടെ നാട്ടിലെ 1250 രൂപ 10 ദിവസത്തേക്ക് ഓസ്ട്രിയൻ റോഡിൽ കൂടെ ഒന്ന് പാസ് ചെയ്ത് പോകുന്നതിന്. നമ്മളെവിടെ ഇപ്പം എക്സാക്ട്ലി ബോർഡർ ആവുന്നു ജർമ്മൻ ഓസ്ട്രിയ. ഇവിടെ ചെക്കിംഗ് ഒന്നും കാണത്തില്ലേ? ഒന്നും പറയാൻ പറ്റത്തില്ല. എന്താ രസമായി കാണാൻ ഇവിടെ ഒക്കെ. കുറേ വരുന്നുണ്ട് പ്ലാൻ. ഇത് ഓട്ടോബാനാ. വളരെ തിരുമല കിട്ടുമായിരിക്കും നമുക്ക്. നല്ല ഒരു ആൽപ്സിൻ്റെ ഒരു വ്യൂ. അപാര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അപാര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജാണിത്. 70 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി ഓടിക്കാൻ പറ്റും. ഒന്നും പറയാനില്ല. ലാംഗ്വേജ് ഇല്ലാഞ്ഞിട്ട് അവൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ? പിടിച്ചിരിക്കുന്നുണ്ട്. മാമി, അത് അവന്റെ അച്ഛന്റെ എന്തോ കോണ്ടാക്ട് ചെയ്താണ് അവന് കിട്ടിയത്. മോനെ doesn't matter whether it is അച്ഛൻസ് കോണ്ടാക്ട് or your contact doesn't matter. പക്ഷേ ആസ് എ സ്റ്റുഡന്റ് നീ ഇവിടെ വരുമ്പോ do you have an option? What do you mean? Do you have an English system പഠിക്കാൻ പറ്റുമോ? പിന്നെ പറ്റും. അപ്പം നീ അത് ചൂസ് ചെയ്തില്ല. ഇല്ല. എന്തുകൊണ്ടാ? ബിക്കോസ് യു ലൈക്ക് ടു ലേൺ എ ന്യൂ ലാംഗ്വേജ്. സി കുമാമി അവിടെ പോയപ്പോൾ ഫ്രഞ്ച് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് പൊന്നും തേജു ഫ്രഞ്ച് പഠിച്ചില്ല? ഇപ്പൊ ക്യൂബക്കിലും മോൺട്രിയാലും ഒക്കെ നമ്മൾ പോയതല്ലേ, ഏതെങ്കിലും ഒരു സൈൻ ബോർഡ് ഇംഗ്ലീഷിലുണ്ടായിരുന്നു? ഇല്ല. ഓർമ്മയുണ്ടോ നമ്മൾ പണ്ട്? ഇപ്പോഴും അങ്ങനെ തന്നെയാ. കംപ്ലീറ്റ്ലി ഫ്രഞ്ച് സ്പീക്കിംഗ് സിറ്റീസ് അതല്ല. ഇവര് പഠിച്ചോ? ഇല്ല. എന്തുകൊണ്ടാ? സ്കേറ്റിങ്ങിൻ്റെ എന്തോ ഒരു സംഭവമാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യുന്നതിന്, ഇത്രയും ഭാഗത്ത് പാർക്ക് ചെയ്യുന്നതിന് 10 യൂറോയാണ് ജസ്റ്റ് പാർക്കിങ്ങിന് ഫീസ്. ഒരു ദിവസത്തേക്കേ ഉള്ളൂ, ഒരു മണിക്കൂറത്തേക്കില്ല. ജസ്റ്റ് ഫോർ 1 ഡേ പാർക്കിംഗ് 10 യൂറോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഈ ഇത് വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകുമെന്ന്, പാർക്കിംഗ് ഫീ ഇട്ടില്ലെങ്കിൽ. നല്ല തണുപ്പുണ്ട്. ഇപ്പം ഒരു 6 ഡിഗ്രിയാണ്. അതുപോലെ കാറ്റും രക്ഷയില്ലാത്ത കാറ്റാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ബെർഗാർട്ടൻ എന്ന് പറഞ്ഞിട്ട് സ്ഥലമാണ്. ഇതിനു മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ചക്കുവിനെ അഞ്ജുനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന. നമ്മുടെ അവിടുന്ന് ഏതാണ്ട് ഒരു 3-4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഭയങ്കര രസമാണ്. നമ്മൾ ഇവിടെ ടൂറിസ്റ്റുകൾ ഇതിനകത്തൂടെയുള്ള ബോട്ട് യാത്രയ്ക്കും അതുപോലെ തന്നെ നൈസ് റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട് അവിടെ. ഒരു ഈവനിങ് ഒക്കെ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊനിങ്സി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ ഈ കൊടും തണുപ്പത്ത് നിൽക്കുകയാണ്. 2 വെള്ളക്കാർ പെണ്ണുങ്ങൾ ഇതിനകത്ത് ചാടിയിട്ടുണ്ട്. ഓ, എന്തോ ഒരു തണുപ്പാണെന്നറിയാം. തണുപ്പെന്ന് പറഞ്ഞാൽ കൊടും തണുപ്പ്. ഒരു 5 ഡിഗ്രി 6 ഡിഗ്രി അത്രേ ഉള്ളൂ. ഓ, അതിനകത്ത് അവർ ഇറങ്ങി നിൽക്കുക ഈ തണുപ്പത്ത്. ഓഫ്, ഒരു രക്ഷയില്ല. കൊനിങ്സി അല്ലെങ്കിൽ കിങ്സ് ലേക്ക് എന്ന് പറയുന്ന ഈ സ്ഥലം വന്നിട്ട് ഗ്ലേഷ്യർ ലേക്കാണ്. ഇത് ആക്ച്വലി ഐസ് വന്നിട്ട് ഉരുകിയിട്ട് വന്നിരിക്കുന്ന തടാകമാണ്. അതൊരു നാഷണൽ പാർക്ക് പോലെ വളരെ മൗണ്ടനോട് ചേർന്ന് കിടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സൈലൻറ്റ് പ്ലേസാണിത്.
ഓസ്ട്രിയക്ക് അടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം. പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ യൂറോപ്പിൽ നമ്മളിപ്പം ഏതെങ്കിലും ഒരു ടൂറിസ്റ്റിക് സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായ റേറ്റാണ് അവർ കൂട്ടിയിരിക്കുന്നത്. അതായത് ഇപ്പം തന്നെ ഈ ഒരു ചെറിയ ഒരു ഗ്രാമമാണ്, ഇവിടെ ടൂറിസ്റ്റ് വരുന്നത് കൊണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് 1 മണിക്കൂർ ഇട്ടാലും ഒരു ദിവസം ഇട്ടാലും 1000 രൂപ കൊടുക്കണം പാർക്കിംഗ് ഫീ. ഭയങ്കര തലവെട്ട് പാർക്കിംഗ് ഫീ. നേരത്തെ ഇവിടെ 3 യൂറോ എന്തോ ആയിരുന്നു, ഇപ്പോൾ അവർ അത് 10 യൂറോ ആക്കി, 9.90 ഒരു ദിവസം. അല്ലെന്നുണ്ടെങ്കിൽ നോ പാർക്കിംഗ് ഫീ. എങ്ങനെ ആ രീതിയിൽ ഭയങ്കര എക്സ്പെൻസീവ്. അതുപോലെ ഇപ്പം നമ്മൾ ഇവിടെ ജുങ്ഫ്രു, സ്വിറ്റ്സർലൻഡിൽ ജുങ്ഫ്രു എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ഹില്ലുണ്ട്. അവിടെ കയറണമെങ്കിൽ നേരത്തെ നമുക്ക് 80 യൂറോ 100 യൂറോ ആയിരുന്നു, ഇപ്പം 250 ആ റേഞ്ചിലോട്ട് അത് മാറി. ഭയങ്കരമായിട്ട് അവർ വില കൂട്ടി. അത് കാരണം ഈ പറയുന്ന പ്ലേസൊക്കെ ഇപ്പോൾ ഭയങ്കര എക്സ്പെൻസീവായി. അവിടെയൊക്കെ പോയി വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഞങ്ങൾ ഈ സ്ഥലത്ത് ഇതിനു മുമ്പ് വന്നിരുന്നത് കൊണ്ട് ഞാൻ ആ പാർക്കിങ്ങിൽ തന്നെ കിടന്നു. വെറുതെ 10 യൂറോ കളയണ്ടെന്ന് വിചാരിച്ചു. അതിന് ശേഷം പതുക്കെ അവർ വിളിച്ചു, അവർ ഓൾറെഡി വരുന്നു, മുന്നോട്ട് പോരാൻ പറഞ്ഞു. കാര്യം കുറേ ദൂരം അകത്തോട്ട് നടക്കണം. അവിടെയാണ് നല്ല നൈസ് റെസ്റ്റോറൻറ്റും കോഫി ഷോപ്പും ബാറും ഒക്കെ ആയിട്ട്, തടാകക്കരയിൽ അതിമനോഹരമായ ഗിഫ്റ്റ് ഷോപ്പും ഒക്കെ ആയിട്ട് ഒത്തിരി സംഭവങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. ഞാൻ ഈ വഴിയരികിൽ തന്നെ കിടന്നു. എന്നിട്ട് ഞാൻ കുറച്ച് മുന്നോട്ട് വന്നു. കാര്യം ഇവരെ പിക്ക് ചെയ്യണം ഇപ്പം. അപ്പോൾ അവരെ ഇപ്പം പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് മുന്നോട്ട് പോവാണ്. എന്നിട്ട് അവിടെ ചെന്ന് അവരെ പിക്ക് ചെയ്യണം. അടിപ്പാലത്തിൻ്റെ അവിടെ വരണ്ടേ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ മ്യൂണിക്കിലാണ് പോകുന്നത്. അവിടെ നമ്മൾ ഹോളിഡേയും ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.